ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹസ്ബൻഡിന്റെ പിറന്നാളായിട്ട് ഞങ്ങള് പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നിട്ട്, ഇതിന്റെ അടുത്ത് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, താഴെ പുഴയും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ, അതായത് കഴിഞ്ഞ ഒരു വീഡിയോയില് കമന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബിന്ദിയ സജിത്ത് എന്ന് പറഞ്ഞിട്ട്, ഓവർ തിങ്കിങ് മാറ്റുന്നതിനുള്ള ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ളതായിരുന്നു. നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ഇത് ഓവർ തിങ്കിങ് ആണോ, നമ്മൾ സാധാരണ തിങ്കിങ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഓവർ തിങ്കിങ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ: സാധാരണ തിങ്കിങ്ങും ഓവർ തിങ്കിങ്ങും തമ്മിൽ എന്താണ് വ്യത്യാസം? നമ്മൾ ചിന്തിക്കുന്നതില് എന്തെങ്കിലും, അതായത് നമ്മൾ ചിന്തിക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ, ഇപ്പൊ നിലവിലുള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ? ഇതിനൊരു അവസാനം ഉണ്ടോ? നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറുമ്പോഴാണ് അത് ഓവർ തിങ്കിങ് ആവുന്നത്. അതല്ലാതെ നമുക്ക് എന്ത് കാര്യവും എന്തും ചിന്തിച്ച്, നമ്മൾ പറയില്ലേ, എന്ത് കാര്യവും ചിന്തിച്ച് മാത്രം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണം, ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന് പറയും. പക്ഷെ ചിന്ത അമിതമാകുമ്പോൾ അത് പല പ്രശ്നങ്ങളിലേക്ക് പോകും. നമ്മൾ പോലും ചിലപ്പോൾ അത് അറിയാറില്ല. എന്ന് വെച്ചാല് നമ്മുടെ ഉറക്കം പോലും നഷ്ടപ്പെടും. ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് വിശപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ആരോടും നമ്മൾ അധികം സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. ഉറക്കം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. വെറുതെ നമ്മൾ ഒരേ കാര്യം തന്നെ, അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചിന്തിക്കുന്നതോ, ആ ചിന്ത കൊണ്ട് നമ്മൾക്ക് ഒരിടത്തും എത്താൻ സാധിക്കുന്നില്ല. എന്ന് വെച്ചാൽ അതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഇതിനെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഓവർ തിങ്കിങ് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചിന്തിക്കരുത് എന്ന് വിചാരിക്കുന്നോ അതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ വരിക. അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളോട് എന്ത് ചെയ്യരുത് എന്ന് പറയുമ്പോഴും എന്ത് ചിന്തിക്കരുത് എന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും നമുക്ക് അത് തന്നെ ചിന്തിക്കാനുള്ള ടെൻഡൻസി വരും. അതുകൊണ്ട് ഇത് അത്ര വലിയ കാര്യമാക്കിയൊന്നും നമുക്ക് എടുക്കണ്ട. പകരം കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായിട്ടുള്ള ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. നിങ്ങൾ എല്ലാ ദിവസവും, അതായത് മെഡിറ്റേഷന്റെ ഗുണങ്ങൾ എന്താന്നുള്ളത് നമുക്കത് മെഡിറ്റേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അത് സ്വയം ഫീൽ ചെയ്യും. നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി അത് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇതൊരിക്കലും വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്ത് തരാനായിട്ട് പറ്റാത്ത ഒരു ഫീലിംഗ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുക. ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, അതായത് ഇപ്പം തുടക്കക്കാർക്കൊക്കെ മെഡിറ്റേഷൻ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ പറയും, ഒരു 5 മിനിറ്റ് സമയമൊക്കെ നമ്മളൊന്ന് കണ്ണടച്ച് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കാം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ വന്നോട്ടെ. ഇപ്പൊ നമ്മൾ പറയില്ലേ, നീലാകാശം അത് തെളിഞ്ഞ് നീലയായിട്ട് കാണപ്പെടുന്നത് കുറച്ച് സമയമായിരിക്കും, പിന്നെ എപ്പോഴും മേഘങ്ങളായിരിക്കും. പക്ഷെ മേഘങ്ങൾ ശാശ്വതമായിട്ട് നിൽക്കാറില്ല, അതിങ്ങനെ വന്ന് മാറി മാറി പോയിക്കൊണ്ടിരിക്കും, അല്ലെ? ഇതുപോലെയാണ് ചിന്തകൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്ന നമ്മുടെ ചിന്തകളെ കടിഞ്ഞാണിടുന്ന, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മുടെ ചിന്തകളെ കൊണ്ടുവരുന്ന ഒരു ടൂളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. തുടക്കക്കാർക്കാണെങ്കിൽ ഇപ്പൊ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഫോർ ബിഗിനേഴ്സ് എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഒരുപാട് വീഡിയോസ് അതിന്റെ വരും. അതെന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരാൾ പറഞ്ഞു തന്നിട്ട് ഇപ്പൊ നമ്മൾ തന്നെ പോയി കണ്ണടച്ച് ഇരുന്ന് ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നതും ഒരാള് അത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുമ്പോഴും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടാണ് മെഡിറ്റേഷൻ ഞങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞു തരികയും അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തത് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നാമത് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. രണ്ടാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ലീവ് ഇൻ ദ പ്രസൻസ് എന്ന് പറയും. അതായത് ലീവ് ഇൻ ദ പ്രസന്റ്. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോ എന്താണോ, ഈ മൊമെന്റ് എന്താണോ, അത് നമ്മൾ ആസ്വദിച്ച് ഇതിൽ നമ്മൾ ജീവിക്കുക. അതായത് പാസ്റ്റും ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ആകുലപ്പെടേണ്ടതില്ല. പാസ്റ്റിനെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ പറയില്ലേ, ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല. അതായത് ചിന്തകൾ കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനൊരു അവസാനം ഇല്ലാതെ പോകും. ചിന്തിച്ചില്ല എന്ന് വെച്ചോ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട്
പാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞതിനെ പറ്റി ഇനി നമ്മൾ ചിന്തിച്ചിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പാസ്റ്റിനെ നിങ്ങൾ ഒരു പാഠമായിട്ട്, അതായത് കഴിഞ്ഞതിൽ എന്തായിരുന്നോ നിങ്ങൾക്ക് സംഭവിച്ചത്, എന്തായിരുന്നോ പ്രശ്നം, എന്തായിരുന്നോ അവിടെ പറ്റിയത്, അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു പാഠം, ഒരു ലെസൺ ആണ്. കഴിഞ്ഞു പോകുന്നത് എന്തും നമ്മുടെ ജീവിതത്തിൽ തരുന്നത് പാഠങ്ങളാണ്. ആ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, അതിൽ നിന്ന് എന്താണോ അത് നമ്മൾ പഠിക്കുക എന്നത് മാത്രമല്ലാതെ അതിനെ കവിഞ്ഞ് ചിന്തിക്കാതിരിക്കുക. ഫ്യൂച്ചർ അത് നമുക്ക് അറിയുകയില്ല. നാളെ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ നാളെ എന്ന് പറയുന്നത് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ശരിയല്ലേ? ഇപ്പൊ നാളെ എന്ന് പറയുന്നത് ഇല്ല. നാളെ ഇപ്പൊ ഒരാൾ പറയാണ് നാളെ നിങ്ങൾ മരിച്ചു പോകും. ഒരു ഡോക്ടർ പറയാന്നിരിക്കട്ടെ, നാളെ നിങ്ങൾ മരിച്ചു പോകും, നിങ്ങൾക്ക് ഇത്രേ ആയുസുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ? നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അത് നമ്മൾക്ക് ആസ്വദിക്കാം ഓരോ നിമിഷവും. കാരണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, നന്ദി പറയണം എന്ന് പറയണം. അതാ രാവിലെ എണീക്കുമ്പോൾ പോലും ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ അവസരം കിട്ടിയതിന് നമുക്കൊരു നന്ദി, അല്ലെ? അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ, അതായത് ഇപ്പോൾ എന്താണോ നിങ്ങൾക്കുള്ളത് അതിൽ നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക. നമുക്ക് ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ജോലി ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, അല്ലെ? വീട്, ബന്ധങ്ങള്, ഇതിനൊക്കെ നമ്മൾ നന്ദിയുള്ളവരായി മാറുക. നാളെ എന്തെന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഫ്യൂച്ചർ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി കഴിഞ്ഞു പോയ പാഠങ്ങൾ ഒരു ബേസ് ആയിട്ട് നിർത്തി നമുക്ക് ഭാവിയിലേക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം മാത്രം എന്ന് കരുതി നാളെപ്പറ്റി നമ്മൾ കൂടുതൽ ആവലാതിപ്പെടേണ്ട അല്ലെങ്കിൽ ആകുലപ്പെടേണ്ടതായിട്ടുള്ള കാര്യവും ഇല്ല. ഇത്രയും കാര്യങ്ങൾ ഇപ്പം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇന്ന് എന്താണോ, ഇന്നിൽ ജീവിക്കുക എന്ന് പറയും. ഇന്നേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്ന് കരുതി നമ്മുടെ കയ്യിലുള്ള ധനം അത്രയും നാളെ ഇല്ലല്ലോ, ഇന്നങ്ങ് ധൂർത്തടിച്ച് ഇന്നുകൊണ്ട് ജീവിക്കാം, അതല്ല ഉദ്ദേശിച്ചത്. ലീവ് ഇൻ ദ പ്രസന്റ്. പാസ്റ്റും ഫ്യൂച്ചറും അല്ല, പ്രസന്റിൽ ജീവിക്കുക. അതിനൊക്കെ മെഡിറ്റേഷൻ ഒരുപാട് സഹായിക്കും കേട്ടോ. പിന്നെ നമുക്ക് മൂന്നാമത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഉള്ളൂ. ഞാൻ 3 കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുള്ളൂ. നമ്മൾ എൻഗേജഡ് ആയിരിക്കുക മാക്സിമം. നമ്മുടെ ഈ മനസ്സിലേക്ക്, നമ്മൾ പറയില്ല അലസമായിട്ടുള്ള മനസ്സിലാണ് ചെകുത്താൻ കുടിയേറുന്നത് എന്ന്. നമ്മൾ വെറുതെ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാതെ ഇരിക്കുന്ന സമയങ്ങളിലാണ് ചിന്തകൾ കൂടുകൂട്ടുക. അപ്പൊ നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കാനുള്ള കാര്യങ്ങൾ. ഇപ്പൊ എല്ലാവർക്കും ജോലി ഉണ്ടാവണമെന്നല്ല. ജോലി ഉള്ളവരെ സംബന്ധിച്ചുകൊണ്ടാണെങ്കിൽ അവരുടെ ടൈം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോകും. പിന്നെ ഓരോ അവധി ദിവസങ്ങൾ അതെങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ തയ്യാറാക്കുക. അല്ലാതെ ഉള്ള ആളുകളാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ജോലിയുള്ളത് അവർക്കാണ്. തീർത്താലും തീരാത്ത ജോലിയുള്ളത് അവർക്കൊക്കെയാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഓരോ ദിവസവും, അതായത് വീട്ടിൽ തന്നെയാണെങ്കിൽ നമുക്ക് ചെറിയ മേക്ക് ഓവർ കാര്യങ്ങളൊക്കെ റൂമിൽ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരാം. കൃത്യമായിട്ട് നമുക്കതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാം, ക്ലീൻ ചെയ്ത് വെക്കാം. ഗാർഡനിങ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ ഒത്തിരി നല്ല കാര്യമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു ചെടി നട്ട് അതിന് വെള്ളം കൊടുത്ത് അത് വളർന്ന് പുഷ്പിച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, നമ്മൾ ആ ചെയ്തതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട്. ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ മതിയല്ലോ, പച്ചക്കറി കൃഷി, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ സമയം അതിലേക്ക് മാറ്റും. അതുപോലെ പെറ്റ്സിനെ വളർത്താൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, വളർത്തുമൃഗങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ പറയുന്ന പൂച്ചയോ അല്ലെങ്കിൽ നായ്ക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്കൊക്കെ എന്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പോലും അവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തിരിച്ച് സ്നേഹമാണ് അവരിൽ നിന്ന് കിട്ടുന്നത്. അതൊക്കെ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ചിന്തകൾ കാട് കയറുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കടിഞ്ഞാണിട്ട് നിർത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളൂ. വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ തിങ്കിങ്ങും ഓവർ തിങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. നമ്മൾ വെറുതെ കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് കാര്യത്തിനും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ, അത് തിങ്കിങ് ആണ്. അത് തിങ്ക് ചെയ്യണം തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞിരിക്കുകയാണ്, ഇനി ഏത് കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ജോലിക്ക് പോകണോ, അതല്ല നിങ്ങളൊരു കോഴ്സ് ചെയ്യണോ, ഡിഗ്രി ചെയ്യണോ, അത് എവിടെ ചെയ്യണം, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനായിട്ട് നോക്കണം, ഇതൊക്കെ ചിന്തിച്ച് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എന്ന് കരുതി അതിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടാതെ, ഒരു സൊല്യൂഷൻ കിട്ടാതെ വീണ്ടും ചിന്തിച്ച് കാട് കയറി വീണ്ടും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നമ്മുടെ മനസ്സ് നടക്കുമ്പോഴാണ് അത് ഓവർ തിങ്കിങ് ആയി മാറുന്നത്. അപ്പൊ ഇത്രയും കാര്യമുള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്